അടിക്കടിക്കുള്ള പരാജയം കാരണം വിശ്വാസ തകർച്ച വന്നവര്, പ്രാർത്ഥന മരവിപ്പ് വന്നവര്, പ്രത്യാശ അറ്റുപോയവര്, ഉറ്റവർ മരിച്ചത് കൊണ്ട്, ഉടയവര് കൈവിട്ടു പോയത് കൊണ്ട്, ഉടയവര് ജീവിതത്തിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നവർ വ്യക്തികളുടെ സപ്പോർട്ട് നഷ്ടപ്പെട്ടിട്ട് പാഠം പഠിപ്പിക്കുമെന്ന് ശാസിച്ചുകൊണ്ട് നമ്മളെ പീഡിപ്പിക്കുന്നവരെ, മാനസിക പീഡന അനുഭവിക്കുന്നവരുടെ മേൽ കാരുണ്യമുണ്ടാകാൻ വേണ്ടി സ്തുതിക്കട്ടെ. കാരുണ്യ സാഗരമേ കാത്തുകൊള്ളണമേ നീ. കേരള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മാനുഷികമായ അരൂപികാലാൽ ഭയങ്കരമായ വാശികളും വൈരാഗ്യങ്ങളും മത്സരങ്ങളും ഒക്കെ ഉരുണ്ടുകൂടി വരുന്ന ഒരു കാലഘട്ടമാണ്. ആധ്യാത്മിക തേജസ് തുളുമ്പി പരിശുദ്ധാത്മാവിൻ്റെ കൃപയായി മാറേണ്ടവരെ, പലതരത്തിലുള്ള വ്യാമോഹങ്ങളിലെ അഭിഷേകം നഷ്ടപ്പെടുന്ന തീരുമാനങ്ങൾ എടുക്കുന്നവരെ, ഈ മേഖലകളിലെല്ലാം കർത്താവിൻ്റെ ചൈതന്യം ഇറങ്ങി വസിച്ച് സഭയെ നവീകരിച്ച് വിശ്വാസികളെ ശക്തിപ്പെടുത്ത് ദൈവത്തിൻ്റെ ജനത്തിൻ്റെ അഭിഷേകത്തിലെ ലോകം പ്രകാശം കാണാൻ വേണ്ടി സ്തുതിക്കട്ടെ. സാഗരമേ കാരുണ്യ സാഗരമേ ഒരു നിമിഷം നിന്റെ കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട്, ഓൺലൈനിലുള്ളവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അവരെപ്പോൾ ആരാധന കൂടിയാലും ആ സമയത്ത് കൈ നെഞ്ചത്ത് വെച്ച് കണ്ണീരോടെ പ്രാർത്ഥിക്കേണ്ടതാണ്. കാര്യം നീ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഉടമ്പടിയിൽ നീ വച്ചിരിക്കുന്ന സഹനങ്ങൾ, സങ്കടങ്ങൾ സന്തോഷത്തിൻ്റെ സാക്ഷ്യമായി മാറാൻ വേണ്ടി നീ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. കാരുണ്യ സാഗരമേ, കാരുണ്യ സാഗരമേ കാത്തുകൊള്ളണമേ നീ. ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഞാൻ വിളിച്ചപേക്ഷിച്ചു. 61-ാമത്തെ സങ്കീർത്തനമാണ് 2-ാമത്തെ വാക്യം. ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഞാൻ നിലവിളിച്ചപേക്ഷിച്ചു എന്നുവെച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ അതിർത്തി നിൽക്കണം നമ്മൾ. ചില ആൾക്കാർ പറഞ്ഞില്ല, അച്ഛാ ഇനി കൈ നീട്ടാൻ ഒരാളില്ല, ഇനി കഴിക്കാനും ഒരു മരുന്നില്ല, ഇനി പോകാൻ ഒരു ആശുപത്രിയില്ല. ഇതാണ് ഭൂമിയുടെ അതിർത്തി എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ എല്ലാം അവസാനത്തെ ലാസ്റ്റ് ഓപ്ഷൻ പറയില്ലേ, ചില പറയത്തില്ലേ, അച്ഛാ എനിക്കിനി വയസ്സ് തീർന്ന, ഇനി എനിക്ക് PSC എഴുതാൻ പറ്റത്തില്ല, എൻ്റെ ലാസ്റ്റ്. അതാണ് ഭൂമിയുടെ അതിർത്തി. ഇനി പരീക്ഷ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല, എൻ്റെ വയസ്സ് കഴിഞ്ഞു എന്ന് പറയും. അതാണ് അതിർത്തി എന്ന് പറയുന്നത്, ഭൂമിയുടെ അതിർത്തി. ഇങ്ങനെ എല്ലാ സാധ്യതകൾ, അവസാനത്തെ സാധ്യതകൾ എന്തിനായാലും, ചില പറയും ഒരു ഇഞ്ചക്ഷനുണ്ട്, അതിന് നല്ല വിലയാണ്, അത് വാങ്ങിച്ച് അത് ഏറ്റാൽ നമ്മൾ രക്ഷപ്പെടും. അല്ലെങ്കിൽ പിന്നെ ഇനി വേറെ ഒന്നും ഭൂമിയുടെ മുകളിൽ മരുന്ന്. അതാണ് ഭൂമിയുടെ അതിർത്തി, ലാസ്റ്റ് ഓപ്ഷൻ. ചിലപ്പോൾ ഒരു വ്യക്തിയെ കണ്ട ആ ഒരു വ്യക്തിയായിരിക്കും, അയാൾ യേശു പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. അതാണ് ലാസ്റ്റ് ഓപ്ഷൻ. ചിലപ്പോൾ ഭാഗോടമ്പടി തന്നെ
എല്ലാവരും സന്ധിച്ച് സമാധാനപ്പെടുത്തി നിൽക്കുമ്പോൾ ഒരാൾ വട്ടം ചവിട്ടും. അതാണ് ഭൂമിയുടെ അതിർത്തി എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതം മുഴുവൻ തീരുമാനിക്കുന്നത് ആ തിന്മയുടെ ഒരു ശക്തിയായിരിക്കും. അപ്പം അങ്ങനെ ലാസ്റ്റ് ഓപ്ഷൻ, അവസാനത്തെ വ്യക്തി, അവസാനത്തെ ശബ്ദം, അവസാനത്തെ സങ്കേതം, അതിന് വാതിൽ ചവിട്ടിപ്പൊളിക്കാൻ വേണ്ടി കർത്താവിൻ്റെ ശക്തി പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത്തിൽ ദൈവത്തിൻ്റെ ഉന്നതമായ നാമത്തിലെ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ അവസാന സാധ്യതകൾ പൊളിഞ്ഞു പോകുന്ന എല്ലാ സാധ്യതകളും യേശുവിൻ്റെ നാമത്തിൽ തെളിഞ്ഞു വരട്ടെ. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. കാരുണ്യ സാഗരമേ, കാരുണ്യ സാഗരമേ, സ്വർഗീയ രാജനീശോ, സ്വർഗീയ രാജനീശോ, നിൻ മുൻപിൽ വന്നിടാ കാരുണ്യ സാഗരമേ, കാത്തുകൊള്ളണമേ നീ. ആരാണ് സന്തോഷവാൻ? ആരാണ് ആനന്ദം അനുഭവിക്കുന്നത്? എല്ലാ സമയത്തും നല്ല ആഹാരങ്ങൾ കിട്ടി നല്ല യാത്രകൾ ചെയ്യുന്ന ആൾക്കാരാണ് സന്തോഷവാൻ. അത് തൻ്റെ അധ്വാനം കൊണ്ട് കുടുംബത്തെ പുലർത്തി ഉള്ള ആഹാരം രുചികരമായിട്ട് കഴിക്കുന്നയാളാണ് സന്തോഷവാൻ. നമുക്ക് പറയാൻ പറ്റത്തില്ല, അതെല്ലാം സബ്ജക്റ്റീവ് കേസാണ്. പക്ഷെ നമ്മൾ പുറത്തു നിന്ന് നോക്കുമ്പോൾ അയാൾക്ക് അത്രയും വിഭവങ്ങളില്ല. പക്ഷെ നല്ല വിഭവങ്ങളുള്ള ആൾക്കാർക്ക് ദൈവാനുഗ്രഹം കൂടുതൽ, വിഭവമില്ലാത്തവർക്ക് കുറവെന്നൊക്കെ പറയണത് അത് തന്നെയല്ലേ ഏറ്റവും ഐക്യം എന്ന് പറയണത്. നിങ്ങളെ വിഭവം കുറവുള്ള ആൾക്കാരുടെ ജീവിതമെന്ന് നോക്കിയവരോട് ചോദിക്കണം, അവർ വളരെയേറെ ഹാപ്പിയാണ്. ഞാൻ എപ്പോഴും ഓർക്കുന്ന എൻ്റെ ജീവചരിത്രത്തിൽ എഴുതിയിട്ടൊരു കഥയുണ്ട്. കഥയല്ല, ശരിക്കും. അപ്പോൾ അന്ന് പോലെ ഞാൻ ശരിക്കും, അതായത് ഞാൻ സെമിനാരി പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ലേബർ ഫോം എന്നും പറഞ്ഞൊരു സംഭവമുണ്ട്. ലേബർ ഫോം വെച്ചാൽ ഈ സോഷ്യൽ അവയർനെസ്സിന് വേണ്ടിയും അവൻ്റെ സാമൂഹ്യ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഞാനൊരിക്കൽ അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു. അപ്പോഴേ ഞങ്ങളെ പ്രസിഡൻറ്റും സെക്രട്ടറിയും അതുപോലെ തന്നെയൊക്കെ ഞങ്ങളിങ്ങനെ പാവപ്പെട്ടവരുടെ സോക്കോൾഡ് അങ്ങനെയുള്ള ഭവനങ്ങളിലേക്ക് നമ്മളിപ്പോൾ ചേരി എന്നൊക്കെ പറയണത് ഇന്നത്തെ സമയത്ത് അങ്ങനെ സബ്സ്റ്റാൻഡേർഡ് വാക്കുകൾ അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. അപ്പം അന്നത്തെ കാലത്ത് ആ വാക്കിന് ചേരുന്നത് തന്നെയായിരുന്നു അർത്ഥം. അപ്പോൾ ഞങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, ആലുവയിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി. അപ്പോൾ ഒരു ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ അപ്പൂപ്പനാണ് ഒരു തെങ്ങും തടി, 2 തെങ്ങും തടി വെച്ച് ആണ്, കട്ടിലില്ല, തെങ്ങും തടിയിൽ എന്തോ ഒരു കയറ്റ് പായക്കിയിട്ട് മേലെ പായ കിടക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം തോന്നി. എന്താ കാര്യം? ഞങ്ങൾ കട്ടിലാണ് കിടക്കണത്. അപ്പം കട്ടിലെ കൊതുകുവരെയൊക്കെ അപ്പാപ്പന് കൊതുക് വരയില്ല, അതിന് പകരം എന്തെങ്കിലുമൊക്കെ ചകിരിയൊക്കെ വെച്ച് പോക്കുന്ന പരിപാടിയാണ്, അത് പുറത്താണ്. അപ്പോൾ ഞങ്ങളൊക്കെ ദൈവം ഇത് എങ്ങനെ നരകം പിടിച്ച് എന്തൊരു ജീവിതം, ഈ അപ്പാപ്പന് നമുക്കൊരു കട്ടിൽ വാങ്ങിച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ ശിശുയുടെ മുമ്പിൽ നിന്നല്ലേ ഇതൊക്കെ പറയണത്. ഇപ്പോൾ അതായത് ഞങ്ങളെ വന്നിട്ട് എന്ത് ചെയ്യും, ഞങ്ങൾക്കന്നൊരു വരുമാനം ഇല്ലല്ലോ. ഇപ്പം ഞങ്ങളുടെ ഈ ലേബർ ഫോമിലുള്ള ആൾക്കാരെല്ലാം ഇട്ടുകൂട്ടി 10 രൂപ 20 രൂപയൊക്കെ എടുത്തിട്ട് ഞങ്ങളുടെ സെമിനാരി കാർപ്പൻറ്ററിനെ പോയി കണ്ട്. കാര്യം സെമിനാരി എപ്പോഴും 2 കാർപ്പൻറ്റേഴ്സ് സ്ഥിരം ഉണ്ടാവും. അപ്പം അവരോട് പറഞ്ഞ ആ ചേട്ടൻ ഞങ്ങളോട് ബന്ധമുള്ളതുകൊണ്ട് ചേട്ടൻ ഞങ്ങൾ കുറച്ച് കാശ് തരാം, സെമിനാരിയിൽ നിന്ന് പ്രൊക്രേറ്റർ അച്ഛനോട് തടി അനുഭവിപ്പിച്ച് തരാം, ഒരു കട്ടിലുണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. അപ്പോഴുടനെ അപ്പോൾ ആ ചേട്ടൻ കാർപ്പൻറ്റർ പറഞ്ഞു ഓക്കെ, പക്ഷേ ഈ ടൈമിന് പറ്റില്ല, 5 മണി വരെ എനിക്ക് വർക്കുള്ളതാണ് ഇവിടെ. 5 മണി കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ ദിവസവും ഒരു 15 മിനിറ്റ് വീതം നിങ്ങളുടെ വർക്ക് ചെയ്യാം. ഉടനെ തരാൻ പറ്റത്തില്ല, കാര്യം ഞാൻ രാവിലെ നമുക്ക് മനസ്സിലാവും, രാവിലെ 8 മണിക്ക് വരുന്ന ആളാണ് 5 മണിക്കാണ് പോണത്. പിന്നെ നമ്മുടെ വർക്ക് എക്സ്ട്രാ വർക്കാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം
10 മിനിറ്റ് 15 മിനിറ്റ് 20 മിനിറ്റൊക്കെ ആയിട്ട് ആ മനുഷ്യൻ 1 മാസം കൊണ്ട് ഞങ്ങൾക്ക് കട്ടിലുണ്ടാക്കി തന്നു. അപ്പം ഞങ്ങൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. കാര്യം ഈ കട്ടിൽ ഞങ്ങളൊരു ശനിയാഴ്ച ആഘോഷമായിട്ട് ഈ 6 പേരും കൂടി ചുമന്നുകൊണ്ട് ചേരിപ്പോവും. കട്ടിലാണ്, വലിയ സംഭവമല്ലേ. അപ്പം അത് ചുവന്നുകൊണ്ട് പോകണം. ചുവന്നുകൊണ്ട് ചേരി ചെന്ന് ഈ കട്ടിലിട്ട് കൊടുത്ത് പാപ്പന്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളേണ്ട വലിയ ഒരു കാര്യം ഞങ്ങളുടെ ജീവിതത്തിൽ നടന്ന പോലെയാണ്. കാര്യം ഏറ്റവും വലിയൊരു സൽപ്രവൃത്തി നമ്മൾ ചെയ്ത പോലെ അതിൻ്റെ എല്ലാ ത്യാഗവും അനുഭവിച്ചാണ് ചെയ്യണത്. എല്ലാ ത്യാഗവും. കാര്യം ഞങ്ങളുടെ കയ്യിലും കാശില്ല. ഇത്ര പേര് ത്യാഗം അനുഭവിച്ചു. ആ കാർപ്പൻ്ററും ത്യാഗം അനുഭവിച്ചു. അപ്പോൾ ഇത് ഇങ്ങനെ കൊണ്ടുപോയി കട്ടിൽ കൊടുത്ത് ഞങ്ങൾ മേടിക്കാനുള്ള കാശും കൊടുത്ത് അപ്പാപ്പന് അവരുടെ സന്തോഷമായിട്ട് പോകുന്നു. അവർ നന്ദിയൊക്കെ പറഞ്ഞ്. അപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങൾ ആ ചേരിച്ചത്. അപ്പോൾ നമുക്ക് നമ്മുടെ പപ്പനെ കാണാൻ പോകണ്ടേ എന്ന് വിചാരിച്ചു. അങ്ങനെ പോവാം. അപ്പോൾ പപ്പന് സന്തോഷമാവില്ല. വേറെ ഒന്നുമില്ല, ആ മുഖത്തൊരു ചിരി കാണണം. നമ്മൾ വേറെ ഒന്നും ഉദ്ദേശിച്ച് പോകണമല്ല. ആ മുഖത്തൊരു ചിരി കാണുമ്പോൾ നമുക്കൊരു സന്തോഷം, ആശ്വാസം, ഒരു സംതൃപ്തി, അതാണ് ഉദ്ദേശിക്കണത്. അന്നത്തെ അപ്പോഴേ ഞങ്ങൾ ചെല്ലുമ്പോൾ കട്ടിൽ കാണാനില്ല. ഞങ്ങൾ ചെല്ലുമ്പോൾ കട്ടിൽ കാണാൻ. അപ്പോൾ ഞങ്ങളുടെ മുഖം ആപ്പാടെ വിളറി. അപ്പോൾ ഞങ്ങൾ ചോദിച്ച് നിങ്ങളുടെ കട്ടിലെന്തി? അപ്പോൾ അവരാരും മിണ്ടണില്ല. ഞങ്ങൾക്ക് കട്ടിലില്ല. അപ്പോഴേ പറഞ്ഞ്, അപ്പോൾ ഞങ്ങൾ ഷമ്മാശന്മാരാണ്. ഷമ്മാശ അതേ കട്ടിലേക്ക് കിടന്നിട്ട് അപ്പാപ്പന് ഉറക്കം മുന്നില്ല. അതാണ് പ്രശ്നം. ആ കട്ടിലേക്ക് കിടന്നിട്ട് ഉറക്കം സത്യമായിട്ട് നടന്ന കാര്യമാണ്. അവർക്ക് അപ്പാപ്പന് ഉറങ്ങാൻ പറ്റണില്ല. പിന്നെ എന്ത് ചെയ്ത്, പിന്നെ എടുത്ത് പുറത്തിട്ട് അപ്പനെ താഴെ കിടത്തിക്കൊണ്ട് മറ്റുള്ളവരെ ഇങ്ങനെ കട്ടിലൊക്കെ കിടക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് അവരെ പുറത്തിട്ട് ആ കട്ടിൽ കൊടുത്ത് കാശ് പിടിച്ചു. കട്ടിൽ കൊടുത്തവർ കാശ് മേടിച്ചു. ഇതിനകത്തിട്ട് കാര്യം ചെറിയ വീടാണ്. അതിൻ്റെ അകത്ത് കട്ടിലിട്ട് കഴിഞ്ഞാൽ കുറേ സ്ഥലം പോകും. പക്ഷേ അതുകൊണ്ട് ആരും ഇട്ടില്ല. ആ കട്ടിൽ അവർ വിറ്റ് കാശ് മേടിച്ചു. അന്നത്തെ ഒരു സാഹചര്യം അവർക്ക് അതായിരുന്നു നല്ലത്. ചിലപ്പോൾ അന്ന് 100-300 രൂപ കട്ടിലും കിട്ടുകയാണെങ്കിൽ അവർക്കത് നല്ലത് കാര്യമാണ്, അവർക്ക് കിട്ടും. പക്ഷേ പ്രശ്നം വെച്ചാൽ സത്യസന്ധമായിട്ട് അപ്പാപ്പനെ അതിൻ്റെ അകത്ത് കിടന്ന് ഉറക്കം വന്നില്ല. അതാണ് പ്രശ്നം. കാര്യം അപ്പാപ്പൻ നോക്കുമ്പോൾ ആ പഴയ ആ 2 തടിയില്ലേ, ആ തടിയും ആ കയറ്റുവായും അതിൻ്റെ പുറത്ത് കണക്കായും അപ്പോൾ സുഖമായി കിടന്നുറങ്ങും, ഒരു പ്രശ്നവുമില്ല. അപ്പം ഞങ്ങൾ ആർക്കാണ് തെറ്റുപറ്റിയത്? ഞങ്ങൾ പുറത്തുനിന്ന് നോക്കുന്നവർ വിചാരിച്ചത് ഈ അപ്പാപ്പൻ ഭയങ്കരമായ നരകം അനുഭവിക്കുകയാണ്, സങ്കടമൊക്കെയാണ്. അപ്പാപ്പന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു മാർഗം ഞങ്ങൾ കണ്ടുപിടിച്ച്. എന്താണ്? കട്ടറുണ്ടാക്കി കൊടുക്കുക. പക്ഷേ അപ്പാപ്പൻ അത് റിജക്റ്റ് ചെയ്തു ഒരു അനുഭവം കൊണ്ട്. ഇപ്പം ആരാണ് സന്തോഷം അനുഭവിക്കണത്, ആരാണ് ദുഃഖം അനുഭവിക്കണമെന്ന് പുറത്ത് നിന്ന് പറയാൻ പറ്റത്തില്ല. അത് മണ്ടത്തരമാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മളെ ഭയങ്കരമായ അവർക്കൊരു ജീവിതവുമില്ല, അവർ സങ്കടത്തിലാണ് അനുഭവിക്കണമെന്ന് പുറത്ത് അവരോട് ചോദിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ നമ്മളെക്കാൾ മാനസികമായിട്ട് ഹാപ്പി ആയിരിക്കും. പല കുടുംബങ്ങളിൽ ഞാൻ ഇപ്പോഴും നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി, ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്ന കുടുംബങ്ങൾ ഏതാണ്? ബിലോ ആവറേജ് കുടുംബങ്ങളാണ്. ഞാൻ 21 കൊല്ലം 30 കൊല്ലം കൗൺസ് ചെയ്തില്ലേ, 30 കൊല്ലം 21 ലക്ഷം ആൾക്കാരെ കൗൺസ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു നിരീക്ഷണം ഞാൻ അനുഭവിച്ചത്, ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് സന്തോഷം അനുഭവിക്കുന്നത് ബിലോ ആവറേജ് കുടുംബങ്ങളാണ്. ആവറേജിന് താഴെയുള്ള കുടുംബങ്ങൾ. അവർക്ക് ആവശ്യമില്ലാത്ത ഇഷ്യൂസില്ല, ആവശ്യമില്ലാത്ത വിഷയത്തെക്കുറിച്ചുള്ള സംഭ്രമങ്ങളില്ല, അതിനുവേണ്ടിയുള്ള അത് നേടാൻ വേണ്ടിയുള്ള ആക്രാന്തങ്ങളില്ല, അത് നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന ഭാരങ്ങളില്ല. അവരും അവസാനം മരിക്കും. ഇതൊക്കെ ഉണ്ടെന്ന് പറയുന്ന ആൾക്കാരും മരിക്കും. എല്ലാം കണക്കല്ലേ അവസാനം. ഒരു 2-3 റീത്ത് കൂടുതൽ കിട്ടുമെന്നല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. നമ്മൾ സിമിത്തേരി ചെന്ന് നോക്കും മനസ്സിലാകും. ഈ സിമിത്തേരിൽ നമ്മൾ എപ്പോഴും അടക്കത്തിന് ഞാൻ പോകുമ്പോൾ ഓരോരോ കുഴികൾ തമ്മിലുള്ള വ്യത്യാസം നോക്കുമ്പോൾ ചില കുഴികൾക്ക് ഒരു 10 റീത്ത് കൂടുതലായിരിക്കും, അത്രയേ ഉള്ളൂ. വേറെ ഒരു സാധനവും ഇല്ല. അതായത് ചില കുഴികൾക്ക് സിമിത്തേരി നോക്കിയാൽ ചിലപ്പോൾ 5 റീത്ത് ചിലവുണ്ട്, ചിലയിടത്ത് 10 റീത്ത് ഉണ്ടാകും. എന്നിട്ട് നമ്മൾ കുഴിയാഴ്ചക്ക് ചെല്ലുമ്പോഴാണ് ഈ റീത്തെടുത്ത് ദൂരെ എറിയണ കാണാം. ആര്? കുഴിവെട്ടി. എന്തിനാ എറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശല്യമാണേ.
ഈ റീത്തും അതിൻ്റെ പുറത്ത് കിടക്കുന്ന ഈ ചുറ്റിക്കെട്ടും പിന്നെ ചീഞ്ഞ പൂവും എല്ലാം കൂടി അവർ കൊണ്ടുപോയി തെമ്മാടിക്കുഴിയിലിടും. ബന്ധുക്കൾ വലിയ സ്വന്തമായിട്ട് കൊടുത്ത സാധനത്തിന് അവസാനം പോയി ഈ റീത്തുകൾ ചെല്ലണം വീഴേണ്ടത് തെമ്മാടിക്കുഴിയിലാണ്. അപ്പോൾ അവസാനം ഒരു കാര്യവും വ്യത്യാസമില്ല. അപ്പം നമ്മൾ പുറത്ത് നിന്ന് അപ്പോൾ ദൈവം ശരിക്കും പറഞ്ഞ ആരോട് ഈശോ പറയുന്ന ഏറ്റവും നല്ല വാക്കുകളിലൊന്നാണ്. ഒന്ന് ശ്രദ്ധിക്കട്ടെ മക്കളെ. തിരുവത്താഴ മേശയിൽ സമ്മാനമേ, തിരുവത്താഴ മേശയിൽ സമ്മാനമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. ആദ്യത്തെ ദിവസം തൊട്ട് ഇത് തന്നെ അവസ്ഥ. ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല, ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, പഠിക്കാൻ താല്പര്യം തോന്നുന്നില്ല, എല്ലാ പരീക്ഷയും തോൽക്കുന്നു, വെറുതെ ബ്ലാങ്ക് പേപ്പർ കൊടുക്കുന്നു, 0 കിട്ടുന്നു, ഇതെല്ലാം റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ സയൻസ് സ്ട്രീം ആയതുകൊണ്ട് 3 ലാബ് ഉണ്ടായി, ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ. ഇത് ഒന്നിന് ഞാൻ കയറൂല, കാരണം ഒന്നിനോടൊരു താല്പര്യം തോന്നില്ല. അകത്ത് കയറിയാലൊന്നും ചെയ്യാൻ തോന്നൂല, ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയിരിക്കും. അങ്ങനെ ഒരു വർഷം മൊത്തം ഞാൻ എല്ലാം സ്കിപ്പ് ചെയ്ത്, ലാബും സ്കിപ്പ് ചെയ്ത്. അങ്ങനെ 2019 ഒക്ടോബർ മാസമായപ്പം പോർഷൻ തീർന്ന്. അപ്പം പോർഷൻ തീർന്നപ്പോൾ നമുക്ക് മനസ്സിലായി എല്ലാം തീർന്ന്, ഇനി എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയപ്പം നവംബർ തൊട്ട് സ്കൂളിൽ റിവിഷൻ തുടങ്ങി. പോർഷൻസ് കഴിഞ്ഞ് നവംബർ മാസം തൊട്ട് സ്കൂളിൽ റിവിഷൻ തുടങ്ങി. അപ്പം നവംബർ മാസം തൊട്ട് ഉള്ളിലൊരു ആഗ്രഹം തുടങ്ങി, പഠിക്കണം, എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യണം. 11ാം ക്ലാസ് തൊട്ടുള്ള പോർഷൻസ് ലാഗുണ്ട്, അത് നോക്കിയെടുക്കണം. അത് കഴിഞ്ഞ് 12 നോക്കിയെടുക്കണം, കുറച്ച് സമയമുള്ളൂ. അതുകൊണ്ട് നവംബർ മാസം തൊട്ട് ഉള്ളിലൊരു ആഗ്രഹം തോന്നി, ഇത് എങ്ങനെയെങ്കിലും നേടിയെടുക്കുന്നു. പക്ഷേ അപ്പോഴൊന്നും സാധിക്കില്ല. പലപ്പോഴും ബുക്കിൻ്റെ മുമ്പിലിരിക്കും, രാത്രി മൊത്തം കരയും, ഒന്നും പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് ആ ഒരവസ്ഥയിലായി കാര്യങ്ങൾ നവംബർ മാസമായപ്പം. പക്ഷേ ഈ നവംബർ മാസമായപ്പം പഠിക്കണമെന്നുള്ളിലൊരു ആഗ്രഹമുണ്ട്. എനിക്കാണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് കുറച്ചുള്ള പ്രാർത്ഥന കുറച്ചുണ്ടായി തുടങ്ങി. കുർബാന കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് കാണും, കുടുംബ പ്രാർത്ഥന കുറച്ചും കൂടെ സീരിയസ് ആയി കാണും. അങ്ങനെ പ്രാർത്ഥന തുടങ്ങി. പക്ഷെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, പഠിക്കാനും പറ്റണില്ല. അങ്ങനെ നവംബർ മാസം സ്കൂളിൽ റിവിഷൻ്റെ മാസവും കഴിഞ്ഞ് ഡിസംബർ മാസമായി. ഡിസംബർ മാസത്തിൽ സ്കൂളിൽ നിന്ന് നോട്ടിഫിക്കേഷൻ വന്ന് ഫസ്റ്റ് മോഡൽസ് ഉണ്ടാകും, സീരിയസ് ആയി പഠിക്കണം, അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ സ്കൂളിൽ നിന്ന് വന്ന്. ഈ ഒക്ടോബർ നവംബർ മാസമായപ്പം എൻ്റെ ഈ അവസ്ഥ കാരണം മമ്മിയും പപ്പയും കൃപാസനത്തിൽ വന്ന് എൻ്റെ മമ്മി ഉടമ്പടി എടുത്തിട്ടുണ്ടായി. ഇപ്പോൾ ഡിസംബർ മാസം ഈ ഫസ്റ്റ് മോഡൽസിൻ്റെ നോട്ടിഫിക്കേഷൻ സ്കൂളിൽ നിന്ന് വന്നപ്പം എനിക്കൊരു ഉള്ളിലൊരു ആഗ്രഹം, 2 വർഷമായി ഏതെങ്കിലും ഒരു എക്സാമിന് പാസ്സായിട്ട്, വലിയ ആഗ്രഹമൊന്നുമില്ല, ഫസ്റ്റ് മോഡൽസിന് എഴുതുന്ന 5 പരീക്ഷയ്ക്കും ജസ്റ്റ് ഒന്ന് പാസ്സായാൽ മതി, അങ്ങനത്തെ ഒരു ചെറിയ ആഗ്രഹം ഉള്ളിൽ വന്ന്. അപ്പം മമ്മി ഉടമ്പടി എടുത്തത് കൊണ്ട് മമ്മി രാവിലെ ഉടമ്പടി പ്രാർത്ഥന ചെല്ലും, വൈകിട്ട് കൊന്ത കഴിഞ്ഞ് ഉടമ്പടി പ്രാർത്ഥന ചെല്ലും. മമ്മിയുടെ കൂട്ടത്തിൽ രാവിലെയും രാത്രിയും ഞാൻ കൂടാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞ്, എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല, ഫസ്റ്റ് മോഡൽ എക്സാമിന് 5 സബ്ജക്റ്റിന് എനിക്കൊന്ന് പാസ്സായാൽ മതി, അതിനേക്കാളും വലിയ ആഗ്രഹമൊന്നുമില്ലെന്ന് പറഞ്ഞ് 5 സബ്ജക്റ്റും പാസ്സാവുകയാണെങ്കിൽ 2019 തന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കും എന്ന് ഞാൻ മാതാവിന് വാക്ക് കൊടുത്ത്. അങ്ങനെ ഡിസംബറിൽ ഫസ്റ്റ് മോഡൽ പരീക്ഷ നടന്ന് മമ്മി ഉടമ്പടി എടുത്തത് കൊണ്ട് മമ്മിക്ക് ഈ ഉടമ്പടി ലോക്കറ്റ് കയ്യിലുണ്ടായി. ഞാൻ പരീക്ഷയ്ക്ക് പോകുമ്പം അമ്മ ഉടമ്പടി ലോക്കറ്റ് എൻ്റെ കയ്യിൽ തരും, ആ ഉടമ്പടി ലോക്കറ്റ് കൈ പിടിച്ചുകൊണ്ടാണ് ഞാൻ പരീക്ഷ എഴുതിയത്. അങ്ങനെ 2 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ആ ഫസ്റ്റ് മോഡൽസിന് ഞാൻ 5 സബ്ജക്റ്റിനും പാസ്സായി. 5 സബ്ജക്റ്റിന് പാസ്സായി കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നം, ഞാൻ മാതാവിന് വാക്ക് കൊടുത്തിരുന്ന് 5 സബ്ജക്റ്റിനും പാസ്സാവുകയാണെങ്കിൽ ആ വർഷം തന്നെ ഉടമ്പടി എടുക്കാമെന്ന്. പക്ഷെ ആ സമയത്ത് ഇതുപോലെ എല്ലാ ദിവസവും ഉടമ്പടി എടുക്കാൻ പറ്റൂല, സാറ്റർഡേസ് ഒക്കെ ഉടമ്പടി എടുക്കാൻ പറ്റുള്ളൂ. മോഡൽസ് കഴിഞ്ഞപ്പോഴാണെങ്കിൽ ആ വർഷം തീരാനാണെങ്കിൽ ഒരു സാറ്റർഡേയും കൂടെ ഉണ്ടായിരുന്നുള്ളൂ.
പക്ഷേ ഞങ്ങൾ നേരത്തെ തന്നെ ആ സാറ്റർഡേ വേറൊരു ധ്യാനത്തിന് പോകാനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായി. അതുകൊണ്ട് ഉടമ്പടി എടുക്കാൻ പറ്റൂല, ആ വർഷം തന്നെ മാതാവിന് കൊടുത്ത വാക്ക് നിറവേറ്റാൻ പറ്റൂല എന്നൊരവസ്ഥ വന്നു. അപ്പം എന്തായാലും ധ്യാനത്തിനല്ലേ പോണത്, പ്രാർത്ഥിക്കാനല്ലേ പോകണമെന്ന് വിചാരിച്ച് ഞങ്ങൾ ധ്യാനത്തിന് പോകാൻ തയ്യാറായി. പക്ഷേ ധ്യാനത്തിന് പോകാനായിട്ട് റെഡിയായി ധ്യാനത്തിന് പോകാനുള്ള വണ്ടിയും കാത്തു നിന്നപ്പം ഒരു മെസ്സേജ് വന്ന് ബുക്കിങ്ങിൽ എന്തോ തകരാറ് വന്ന് ഞങ്ങൾക്ക് വെച്ചിരുന്ന 2 സീറ്റ് വേറെ ആരോ കൊണ്ടുപോയി, ഞങ്ങൾക്ക് പോകാൻ വണ്ടിയിൽ സ്ഥലമില്ലെന്ന് വന്നു. അതുകൊണ്ട് ആ ധ്യാനം ക്യാൻസലായി. അടുത്ത ദിവസം ഡിസംബർ 28-ാം തീയതി ആ വർഷത്തെ അവസാനത്തെ ശനിയാഴ്ച ഞാൻ ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. അങ്ങനെ ഡിസംബർ 28, 2019-ാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത്. പൊതുവേ 12ാം ക്ലാസ് ലാബ് എക്സാമിന് 2 ആഴ്ച മുമ്പ് നോട്ടിഫിക്കേഷൻ വരും, ഇങ്ങനെ ലാബ് എക്സാം നടക്കുമെന്ന്. പക്ഷെ ആ വർഷം 4 ദിവസം മുമ്പാണ് സ്കൂൾ പറയുന്നത്, നിങ്ങൾക്ക് 4 ദിവസം കഴിഞ്ഞ് ബോർഡിൻ്റെ ലാബ് എക്സാം ഉണ്ടാകും, മോഡൽസ് ഒന്നും ഉണ്ടാവില്ല ലാബിന്, തലേ ദിവസം വേണമെങ്കിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്തോ, 4 ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് ബോർഡിൻ്റെ ലാബ് എക്സാം ഉണ്ടാവും. ഞാനാണെങ്കിൽ 2 വർഷമായി ലാബിൽ കയറിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ, അകത്തുള്ള സാധനങ്ങളുടെ ഒരു പേര് പോലും അറിഞ്ഞുകൂടാ, റെക്കോർഡൊക്കെ ബാക്കിയുള്ളവർ എഴുതിയത് കൊണ്ട് എന്താ പ്രൊസീജിയർ ഒന്നും അറിയാൻ പാടില്ല. അപ്പം 4 ദിവസം അവിടുന്ന് ഇവിടുന്നും പഠിച്ചെടുത്ത് പുറത്തു പോയി പഠിച്ച് സ്കൂളിൽ നിന്ന് ചെയ്ത് ആ 4 ദിവസമാണ് ഞാൻ ആകെ 2 വർഷത്തെ ഈ ലാബിൽ കയറുന്നത്. ഉടമ്പടി എടുത്തതുകൊണ്ട് എൻ്റെ ലോക്കറ്റ് ഉണ്ട്. ഞാൻ മാതാവിനോട് പറഞ്ഞ് എനിക്ക് ഇത്രയൊക്കെ അറിയുള്ളൂ, എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞ് ഞാൻ 4 ദിവസം കഴിഞ്ഞ് പഠിച്ച് അറിയാവുന്നതും കൊണ്ട് ഞാൻ ലാബ് എക്സാമിന് കയറി. 3 ലാബ് എക്സാം ഉണ്ടായി, ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ. 3 എണ്ണത്തിനും ആ ലാബിലുണ്ടാകുന്ന ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറാണ് എനിക്ക് കിട്ടിയത്. ക്വസ്റ്റ്യൻ പേപ്പർ മുമ്പിൽ വെക്കും, നമ്മളാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമുക്ക് ഒരെണ്ണം തിരഞ്ഞെടുക്കുന്നത്. 3 ലാബ് എക്സാമിനും ഞാൻ തിരഞ്ഞെടുത്ത ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ. എനിക്കാണ് ഏറ്റവും ചെയ്യാൻ അറിയാവുന്നത്. അങ്ങനെ ലാബ് എക്സാം 2 വർഷമായിട്ട് ലാബിൽ കയറാത്ത എനിക്ക് ലാബ് എക്സാമിന് വെറും 1 മാർക്കേ പോയുള്ളൂ. 1 മാർക്ക് പോയുള്ളൂ. അങ്ങനെ ലാബ് എക്സാമും മാതാവിൻ്റെ സഹായത്തോടെ നന്നായി പോയി. അതെടുത്ത് സെക്കൻഡ് മോഡൽസായി. ഇത്രയും നടന്ന ഒരു കോൺഫിഡൻസ് ഞാൻ സെക്കൻഡ് മോഡൽസ് കയറി എഴുതി. പണ്ടത്തെ പോലെ തന്നെ 2-3 എണ്ണത്തിന് പൊട്ടി. അപ്പോൾ പിന്നെയും ടെൻഷൻ കൂടി. പിന്നെ ആകെ മുമ്പിൽ ബോർഡ് എക്സാം മാത്രം. ഞാൻ പഠിക്കാനിരിക്കും, പണ്ടത്തെക്കാളും സീരിയസ് ആയിട്ട് പഠിക്കാനിരിക്കും. പക്ഷെ വലുതായിട്ടൊന്നും തലയിൽ കയറൂല. കാരണം 2 വർഷമായി പഠിച്ചിട്ട് 2 വർഷത്തിന് ശേഷമാണ് ബുക്ക് തുറക്കുന്നത്. പഠിക്കുന്ന പല കാര്യങ്ങളും അറിയില്ല. പലപ്പോഴും എന്താ പഠിക്കുന്നത് പുറകിൽ പോയി ചെയ്യേണ്ടി വരും. 2 വർഷമൊന്നും ശ്രദ്ധിക്കാത്തത് കൊണ്ട് കയ്യിൽ നോട്ട്സ് ഇല്ല. പഠിക്കാനിരിക്കുമ്പോഴേക്കും നോട്ട്സ് ഇല്ല എന്ന് കണ്ടുപിടിക്കുന്നത്, പിന്നെ നോട്ട്സ് തപ്പിയെടുക്കണം. അങ്ങനെ പഠിക്കാനൊട്ട് സമയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ പക്ഷേ ഞാൻ ധ്യാനമൊക്കെ കൂടും. അച്ഛൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാൻ എൻ്റെ പരീക്ഷയുടെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കും. എൻ്റെ ഉള്ളിൽ ഒരു പ്രാർത്ഥന എനിക്കറിയാം, ഉള്ളിൽ 2 പ്രാർത്ഥനയുണ്ടായി. ഉള്ളിലൊന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും. ജോസഫ് അച്ഛൻ എപ്പോഴും ധ്യാനത്തിൽ പറയും സഞ്ചാരി മാതാവാണ് കൃപാസന മാതാവ്. ഞാൻ മാതാവിനോടും എൻ്റെ കൂടെ പരീക്ഷയ്ക്ക് വരണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. പിന്നെ രണ്ടാമത്തത് എനിക്കറിയാം ഇത് മൊത്തം പഠിച്ചു തീർത്ത് പോയി എഴുതാൻ പറ്റില്ല, എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ മാതാവിനോട് പറയും, മാതാവിനറിയാം ഏതാ ടോപ്പിക്ക് വരുന്നത്. ഞാൻ പഠിക്കുന്നത് റാൻഡമായിട്ട് ടോപ്പിക്ക് സെലക്ട് ചെയ്ത് പഠിക്കുമ്പം ഉള്ളതെന്തെങ്കിലും പഠിക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞ് എപ്പോൾ പഠിക്കാനിരുന്നാലും മാതാവിൻ്റെ ലോക്കറ്റ് കയ്യിൽ വെച്ചിട്ടേ ഞാൻ പഠിക്കാനിരുന്നിട്ടുള്ളൂ. പിന്നെ ഹോൾ ടിക്കറ്റും പേനയും കിട്ടിയപ്പം ഞാൻ അച്ഛനെ വന്ന് കണ്ട് അച്ഛൻ സക്കരാരിയിൽ തൊട്ട് ഹോൾ ടിക്കറ്റും പേനയും ആശീർവദിച്ചിട്ടാണ് എനിക്ക് തന്നത്. അങ്ങനെ ബോർഡ് എക്സാം എത്തി. എനിക്കിപ്പോഴും ഉറപ്പുണ്ട്, നല്ല ഓർമ്മയുണ്ട്. 5 പരീക്ഷയിൽ 1 എണ്ണം പോലും എനിക്ക് മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് എഴുതാൻ പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് പോകാൻ പറ്റിയിട്ടില്ല. ഒരു പരീക്ഷ എഴുതി തീർക്കാൻ പോലും എനിക്ക് സാധിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങാൻ എനിക്ക് ഉറപ്പുണ്ടായിരുന്ന സബ്ജക്റ്റ് കൊറോണ കാരണം ക്യാൻസൽ ചെയ്ത് അത് എഴുതാൻ പറ്റിയില്ല. പിന്നെ എഴുതിയ ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ച പകുതി പോർഷനിൽ നിന്ന് അറിയാവുന്നത് എഴുതി വെച്ച് ഇറങ്ങിപ്പോന്നവനാണ് ഞാൻ. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എക്സാം കംപ്ലീറ്റ് ചെയ്ത് കൊറോണ കാരണം ലോക്ക്ഡൗൺ ആയി, എല്ലാം അടച്ച്. പ്രതീക്ഷയുണ്ടായി. ഞാൻ മാതാവിനോട് പറഞ്ഞ്, മാതാവേ, സഞ്ചാരി മാതാവേ,
ആൻസർ പേപ്പർ അവിടെ പോയില്ല, അവിടെ ഉണ്ടാവണേ, എങ്ങനെയെങ്കിലും ഒന്ന് എന്നെ രക്ഷപ്പെടുത്തി എടുക്കണേന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പം ഓവറോൾ എനിക്ക് 91% മാർക്ക് ഉണ്ടായി. തോറ്റിരുന്ന ഫിസിക്സിന് എനിക്ക് A+ ഉണ്ടായി, 96 ഉണ്ടായി. പിന്നെ വേറെ എനിക്ക് പറയാനുള്ള സാക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ സമയത്ത് എൻ്റെ തലയിൽ മൊത്തം കുരുക്കളുണ്ടായിരുന്നു, ചുമന്ന നിറത്തിലുള്ള കുരുക്കുകൾ. ഈ കുരുക്കൾ, ഈ മുടിയൊക്കെ ചീവുമ്പം നല്ല വേദനയായിരിക്കും. ഈ മുടിയൊക്കെ ചീവുമ്പം, ചീപ്പ് കൊള്ളുമ്പം ഈ കുരു പൊട്ടി ഇങ്ങനെ വെള്ളം വരും. പിന്നെ ഒരു പ്രാവശ്യം പുറകിൽ വലിയൊരു കുരു വന്നപ്പം ആ ഏരിയയിലെ മുടി മൊത്തം കൊഴിഞ്ഞു പോയി. ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചപ്പം കയ്യിൽ മുടിയിരുന്ന് കണ്ട്. ആ ഏരിയയിലെ മൊത്തം മുടി കയ്യിലുണ്ടായിരുന്നു. ആ ഏരിയയിൽ ജസ്റ്റ് ഒന്നിങ്ങനെ തൊട്ടാൽ ആ ഏരിയയിലെ മുടി ഇങ്ങനെ വരും. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. അപ്പം ഉടമ്പടി എടുത്തപ്പം എൻ്റെ ഒരു നിയോഗം അതായിരുന്നു, ഞാൻ തലയിൽ എണ്ണ വെക്കുമ്പം ഇവിടുന്ന് കിട്ടുന്ന എണ്ണ ഒരു ഡ്രോപ്പ് എണ്ണയുടെ കൂടെ ഇട്ട് ഞാൻ ഉടമ്പടി തൈലം ഒരു ഡ്രോപ്പ് ഇട്ട് എണ്ണയുടെ കൂടെ ഇട്ട് ഞാൻ പ്രാർത്ഥിച്ച് തലയിൽ എണ്ണ ഇട്ടുകൊണ്ടിരുന്ന്. ഈ സമയത്ത് ആ തലയിലെ കുരുക്കുകളും പോയി. ഇപ്പം മുട്ടയടിച്ചതുകൊണ്ട് എല്ലാവർക്കും കാണാം തലയിൽ ഇപ്പോൾ കുരുക്കുകളൊന്നുമില്ല. അപ്പം അങ്ങനെ അതും മാറി. പിന്നെ എനിക്ക് പറയാനുള്ള സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, അതെൻ്റെ ആൻറ്റിക്ക് വേണ്ടി ഞാൻ ഒരു ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ എടുത്തതാണ്. ആൻറ്റിക്ക് ഫാമാണ്, ഈ പശുക്കളുടെ ഒരു ഫാമാണ്. അപ്പം കൊറോണ സമയത്ത് അവരുടെ ഫാമിലെ എല്ലാ പശുക്കൾക്കും കുളമ്പ് രോഗം വന്നു. അപ്പം ആൻറ്റി ഇങ്ങനെ കൃപാസനം കേട്ടിട്ടേ ഉള്ളൂ, ആൻറ്റിക്കൊന്നും അറിഞ്ഞുകൂടാ. അപ്പം ആൻറ്റി എന്നോട് പറഞ്ഞു ആൻറ്റിക്ക് വേണ്ടി ഒരു ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ എടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം ഞാനും എൻ്റെ അമ്മയും കൂടെ ആൻറ്റിക്ക് വേണ്ടി ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ എടുത്ത് പ്രാർത്ഥിച്ചു. 2-3 ആഴ്ചയ്ക്കുള്ളിൽ 20-25 പശുക്കളുണ്ടായി. എല്ലാ പശുക്കളുടെയും ഇത് മാറി. ഒരു പശുവിനൊന്നും പറ്റിയില്ല. ഇപ്പം എല്ലാ പശുക്കളും ഹെൽത്തി ആയിട്ടിരിക്കുന്നു. ഇത് അനുഗ്രഹം കിട്ടിയിട്ട് 2 വർഷമായി. ഇത്രയും പറയാൻ ലേറ്റായതിന് മാതാവിനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു.